ഈ ശരീരത്തെ എത്ര നാളായി കയറിയിട്ട്? എങ്ങനെയാ നീ കയറി? എവിടെ വെച്ചാ കയറിയേ? പേടിപ്പിച്ച് കയറിയാണോ? എവിടെ വെച്ചാ കയറി നടത്തില്ലേ? ഓ, പേടിപ്പിച്ച് കയറിയാണോ? ആ നീ എങ്ങനെയാ മരിച്ചേ? എങ്ങനെയാ മരിച്ചേ? വണ്ടി നമ്മളെ വന്ന് ഇടിച്ചോ അതോ നമ്മൾ വണ്ടി പോയി ഇടിച്ചോ? മനഃപൂർവ്വം ആത്മഹത്യ ചെയ്തു. അതെന്തിനായിരുന്നു? കുറേ കാലമായോ അലഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ നിനക്ക് മോക്ഷം വേണ്ടേ? പരമശാന്തി വേണ്ടേ? ഈ ഇരുട്ടത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമുണ്ടോ? എന്തിനാ ഇങ്ങനെ കഷ്ടം? ആരെങ്കിലും വിട്ടതാണോ നിന്നെ? ആരാ വിട്ടത്? ആണോ? ആരാ? നല്ലോണം പഠിക്കും. നല്ല പഠിക്കും പറഞ്ഞ മിടിക്കായിരുന്നു. അപ്പൊ അതിൽ അസൂയുള്ളൊരു ബന്ധു ഉണ്ടായിരുന്നു, ഒരു സ്ത്രീയാ. അപ്പൊ അവരെ മോക്ക് പഠിക്കാൻ അത്ര പോരാ. അപ്പൊ ഇവരെന്താന്ന് വെച്ചാ പഠിത്തം കാണാൻ വേണ്ടിയിട്ട് ചെയ്തു. ഓ, നിന്നെ പറഞ്ഞു. മോളുടെ പേരെന്തുവാ? ഈ ശരീരത്ത് വന്നേക്കുന്ന ഈ മോളുടെ പേരെന്തുവാ? ലക്ഷ്മി. അയ്യോ പാവം, ഒരുപാട് കാലമായി. ലക്ഷ്മി. ഏത് നാടാന്ന് വല്ലതും അറിയാവോ? ഓർമ്മയുണ്ട്? ഉത്രം. ഏത് മരിച്ച നാളാണ്? അല്ല, നക്ഷത്രം. എവിടെ വെച്ചാ മരിച്ചതെന്ന് അറിയാവോ? ഇല്ല. സ്ഥലം എവിടാ? സ്വദേശം കായംകുളത്ത് എവിടാ? മോളുടെ അച്ഛൻ്റെ പേരറിയാവോ? എന്തുവായിരുന്നു ജോലി? ശശിധരൻ നായർ, ഓട്ടോ ഡ്രൈവർ അല്ലേ? അമ്മയുടെ പേര്? ലീലാവതി. കായംകുളത്ത് എവിടാന്ന് ഓർമ്മയുണ്ടോ? ഇട്ടോബ അമ്പലത്തിനടുത്താണോ? എവിടാ? പോട്ടെ, സാരമില്ല. ഭയങ്കര അസൂയായിരുന്നു. ഇവള് 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പനി വന്നു. ആ പനി വന്നതിൽ വിട്ടുവെടുത്തതാ. അതിനുശേഷം ഈ കുട്ടിയുടെ പഠിത്തമില്ല. മോളെ എങ്ങനെയാ വിട്ടത്? ആഭിചാരം ചെയ്തിട്ടാ. ആരാ ചെയ്തേ? ഈ പറഞ്ഞ ആ സ്ത്രീ ആരുടെ പോയി ചെയ്തു? ഏതോ ഒരു മന്ത്രവാദി ഒന്നോ വേണ്ട, എനിക്ക് ഓർമ്മയില്ല അതൊന്നും. അങ്ങനെ പറഞ്ഞു വിടുമ്പോ വരാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക്, അല്ലേ? വരാതിരിക്കാൻ പറ്റൂല. ഞാൻ പ്രതിഫലം വാങ്ങിച്ചു പോയി. എന്തോ വാങ്ങിച്ചേ? എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പ്രതിഫലം വാങ്ങിച്ചു ഞാൻ. അത് അപ്പോളെ വിളിച്ചു വരുത്തിയാണോ പ്രതിഫലം തന്നെ? അങ്ങനെ അലഞ്ഞു തിരിയുന്ന ആത്മാവിന് വിളിച്ചു വരുത്തി. ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചു വരുത്തി. അപ്പോൾ പ്രതിഫലം എന്തോ തന്നേന്ന് ഓർക്കുന്നില്ല. മദ്യമായിരുന്നു. ഓ, അത് എങ്ങനെ? ആരുടെ ശരീരത്ത് വന്നിട്ടാണോ തന്നത്? ശരീരത്ത് തന്നിട്ടാണ് പറഞ്ഞു വിട്ടത്. അതല്ല, ശരീരത്ത് വരുത്തിയിട്ടാണോ തന്നത് മദ്യം? ആരുടെയെങ്കിലും ശരീരത്ത് വരുത്തിയിട്ടാണോ മദ്യം തന്നത്? ചുമ്മാ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ടിൽ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ശരീരത്തിൽ കയറാതെ എങ്ങനെ കുടിക്കാൻ പറ്റുന്നു? എനിക്കറിയില്ല. ഞാനത് എങ്ങനെയോ കുടിച്ച് എന്തോ നിവേദിക്കും പോലെ. അങ്ങനെയാ തന്നെ, നിവേദിക്കുന്നത് പോലെ അങ്ങനെയാ തന്നെ. അപ്പൊ ഈ കുട്ടിക്ക് അന്ന് ഒരു പനി വന്നായിരുന്നു. പനി വന്നത് കുറെ കഷ്ടപ്പെട്ടു ആ കുട്ടി. പക്ഷെ അത് അതിജീവിച്ചു. അവള് മിടിക്കുക. അവള് ഒന്നിനും വഴിപെട്ടില്ല. നന്നായിട്ട് പഠിച്ചു. അവൾക്ക് പരീക്ഷ കിടക്കുന്ന കയ്യിൽ മന്ത് വരുത്തി. അതെങ്ങനെ വരുത്തുന്നത്? ഞാൻ എങ്ങനെ വരുത്തിയത്? ഒരു കൊതുകിനെ അയച്ചിട്ട് വരുത്തി. കൊതുകിന്റെ ഉള്ളിൽ കയറി എന്നിട്ട് വരുത്തി കുത്തിയിട്ട് കുത്തിവെച്ച് അവളുടെ വിലത്തെ കയ്യില്. ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ടും അവൾ എഴുതി. അവളുടെ മനസ്സിന്റെ നിശ്ചയദാർഢ്യം അവൾ എഴുതി. ആ ഡോക്ടറെ കൊണ്ട് എന്തോ കാണിച്ചു. ഈ കുട്ടിയുടെ അമ്മ കൂട്ടിയിട്ട് അവര് കുടില ബുദ്ധിയാണ്. അവര് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് പറഞ്ഞത് ആ കുട്ടിയുടെ ദേഹത്ത്. ആണോ? കൊല്ലാൻ നോക്കിയായിരുന്നു? ഇവരെ കൊല്ലാൻ നോക്കിയോ? പക്ഷെ പറ്റൂല. അവക്ക് അത്രയും സ്നേഹമാണ് അച്ഛനും അമ്മയും. അവക്ക് ഭയങ്കര പേടി അവൾ അച്ഛനും അമ്മയെ നഷ്ടപ്പെടുത്തൂന്ന്. ഞാൻ എന്നിട്ട് പലപ്പോഴും ഇവർക്ക് അസുഖങ്ങൾ കൊടുത്ത്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അത് മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടിക്കൊടുത്തു. ഉള്ളതിനെ കൂട്ടി കൊടുക്കൂല്ലേ? എന്നിട്ട് ഈ അച്ഛന്റെ മനസ്സിൽ ഞാൻ ഇടയ്ക്ക് കയറും. ആണോ? കേറിയിട്ട് അച്ഛനെ മോളെ തമ്മി തല്ലിക്കും. അപ്പൊ അച്ഛനും ഇതാവുമ്പോ അതുപോലെ കയറും. മോക്കും അപ്പൊ എതിരായിട്ട് നിൽക്കും. അതിന്റെ ഇടയ്ക്ക്
ചെയ്യാ, പാവം മനോവശം അനുഭവിക്കും. അതെ. അപ്പോൾ മോള് ഇവരുടെ രണ്ടുപേരുടെയും ദേഹത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകും. പക്ഷെ സ്ഥിരമുള്ളത് ഇവളുടെ ദേഹത്താ. ഇവളുടെ ദേഹത്താ സ്ഥിരമുള്ളത്. സംഭവം എന്ന് വെച്ചാൽ ഇവള് എന്നിട്ട് +1 +2 പോയി. പഠിത്തം നല്ല പഠിക്കണ കുട്ടിയാണ്. അവളുടെ കോൺസെൻട്രേഷൻ ഞാൻ കളഞ്ഞു, പഠിക്കാൻ പറ്റാണ്ടാക്കി കളഞ്ഞു. പഠിക്കാൻ നിൽക്കുമ്പോൾ കൈ കഴക്കും തല പറഞ്ഞല്ലേ. അല്ല, ആ കുട്ടിക്ക് മറ്റത് പുസ്തകമൊക്കെ ഭയങ്കര ഭംഗിയെ പഠിച്ച കുട്ടിയാ. ആ കുട്ടിക്ക് അക്ഷരം പോലും വായിച്ച മനസ്സിലാക്കാൻ പറ്റാണ്ടാക്കി ഞാൻ. ശ്രദ്ധ മാറ്റും, ഉറക്കം വരുത്തും. എന്നിട്ട് ഓരോ വിഘ്നങ്ങൾ കൊണ്ടുവന്നതും അസുഖങ്ങള്, അവൾക്ക് വലിവിന്റെ അസുഖം ഞാൻ കൊണ്ടാൻ കൊടുത്തു. വലിവ്? ആ വലിവ്, അത് തന്നെ, അത് കൊണ്ടാൻ കൊടുത്തു. അതിന് ശേഷം എന്തുവായിരുന്നു, അതിനുശേഷം ഇന്ന് ഈ കുട്ടിക്ക് അസുഖം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ കുട്ടിയെ ഞാൻ പതുക്കെ ഓരോരുത്തരും നിന്ന് അകറ്റാനെന്ന് തുടങ്ങി. ഈ കുട്ടിക്ക് ഒരു ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ അവന്റെ മനസ്സിൽ കയറി ഇവൾക്കെതിരാക്കി പിന്തിരിച്ചു. ഈ കുട്ടി വിഷമിച്ചു. കാരണം എന്താണെന്ന് പോലും അവൾ അറിയാണ്ട് 2-3 വർഷം കഴിഞ്ഞു, ശരിക്കും കഴിഞ്ഞു. പിന്നീട് എന്താ പറയാ, ജീവിതത്തിൽ അങ്ങനെയുള്ള മോശം ആളുകളെയൊക്കെ കൂട്ടുകെട്ടിൽ കൊണ്ടെത്തിക്കാൻ ഞാൻ നോക്കി. പക്ഷെ ഇവിടെ ദൈവാധീനമുള്ള കുട്ടിയാണ്. അത് ഒന്ന് ഈ അമ്മയുടെ പ്രാർത്ഥന. പിന്നെ ആ കുട്ടിക്ക് എപ്പോഴും നാമം ചെല്ലി നടക്കും. എന്തെങ്കിലും മനസ്സിലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നാനൊക്കെ ഞാൻ ആക്കും. എന്നാലും ചിലപ്പോൾ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഇല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി, എന്റെ ഗണപതി ഭഗവാനെ, ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവൾക്ക് പീരിയഡ്സിന്റെ പ്രശ്നം ഞാൻ ഉണ്ടാക്കി. അതാണ് ഒരുപാട്, ഒരു മാസമൊക്കെ കണ്ടിന്യൂസ്. പരാതി പറഞ്ഞിട്ടുണ്ടോ അമ്മയോട് അതിന്റെ കാര്യം? ഒരു എന്നോട് പറഞ്ഞു ഒരു മാസമൊക്കെ കണ്ടിന്യൂസ്. പൂജ ചെയ്യാൻ നേരത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച അവൾക്ക് ആക്കി, ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ. പക്ഷേ അവൾക്ക് പൂജ ചെയ്തേ പറ്റൂ. ഇത് എന്തോ അവൾക്ക് മനസ്സിലായി കേട്ടോ, എന്തോ ഉള്ളിലുണ്ട്. ഇൻട്യൂഷൻ ഉള്ള കുട്ടിയാണ്. കുറെ തവണ മുടക്കി, ഈ കുറെ നാളായി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പോയിട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് കൂട്ടത്തില്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരാൾ കൂട്ടത്തിലുണ്ടെന്ന്. അത് പക്ഷേ അവ കുറെ നാളായി ഇതുവരെ വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പറ്റിയത്. മുടക്കുമായിരുന്നില്ലേ? അതെ അതെ, മോക്ഷത്തിലോട്ട് പോകണം. ഞാൻ മോക്ഷം തരത്തേ ഉള്ളൂ. പറഞ്ഞു. അങ്ങയുടെ വീഡിയോ ആ കുട്ടി കണ്ടു. അങ്ങനെയാണ് വീട്ടുകാരോട് പറയുന്നത്. എന്നിട്ട് ആദ്യം വീട്ടുകാരൊക്കെ അതൊന്നും വലിയൊന്നും അല്ല, നിനക്ക് മനസ്സിന്റെ തോന്നലാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കളയാൻ വേണ്ടിയൊക്കെ നോക്കി. പക്ഷേ ഉണ്ടല്ലോ, എന്തോ അവളുടെ അത് ദൈവാധീനം ഉണ്ട്. ദേവീ കടാക്ഷം, നാരായണന്റെ സാന്നിധ്യമൊക്കെ ആ കുട്ടിക്ക് എപ്പോഴും കൂടും. അങ്ങനെ ഈ കൊച്ചിന്റെ പഠിത്തം ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പാവം, സത്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. താല്പര്യം ഉപദ്രവിക്കണ്ടെന്നുണ്ടെങ്കിലും പറ്റത്തില്ല. താല്പര്യം ഉണ്ടായിട്ടല്ല തിരുമേനി. പക്ഷെ ഉണ്ടല്ലോ, അങ്ങനെ നമ്മളെ വെച്ച് വരുത്തിയ നമ്മൾ പറ്റിയ പ്രതിഫലത്തിന് ജോലി ചെയ്യണം. അങ്ങ് ചെയ്യുന്നത് അതല്ലേ? അപ്പൊ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒന്നാമത് എനിക്ക് മോക്ഷം കിട്ടിയില്ല. പക്ഷെ അതെന്നെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. പക്ഷെ കുറെ ഇവര് എന്നിട്ട് ഇടയ്ക്ക് എന്താ പറയാ, ഈ കുട്ടിക്ക് കഴിഞ്ഞ വർഷം പീരിയഡ്സിന്റെ പ്രശ്നം വന്നു. ഇവര് എന്തൊക്കെയോ ഡോക്ടറിനെ കാണിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെയാണ് വരുത്തുന്നത്? ഈ പീരിയഡ്സിന്റെ പ്രശ്നം വരുത്തുന്നത് എങ്ങനെ? അവളുടെ എന്തൊക്കെ ശരീരത്തിൽ മാറ്റങ്ങൾ ഞാൻ വരുത്തും, രാസപ്രവർത്തനങ്ങൾ. അതെങ്ങനെ വരുത്തുന്നത്? അതൊക്കെ എനിക്ക് പറ്റും. അതൊക്കെ എനിക്ക് പറ്റും. അതൊക്കെ മാറ്റി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് കോവിഡ് വന്നു. കോവിഡ് നിരത്തൊന്നുമില്ലായിരുന്നു, നല്ല പ്രതിരോധമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ എങ്ങനെ വരും? പകർത്തിയും കൊടുത്തു, വാങ്ങിച്ചും കൊടുത്തു. അതിനൊക്കെ ഉള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെ പകർത്തി കൊടുത്തു, കഷ്ടപ്പെട്ടു. പക്ഷെ എന്തിന്റെ ബലം? ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രം ഈ അമ്മയും മകളും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മരിക്കേണ്ടതായിരുന്നു. എങ്ങനെ? എപ്പോ? ആ കുട്ടിക്ക് ഒരു ദിവസം ശ്വാസം മുട്ടലുണ്ടാക്കി, കടുത്ത ശ്വാസം മുട്ടൽ. ഹോസ്പിറ്റലിലൊക്കെ എന്തോ കൊണ്ടുപോയി കേട്ടോ, കൊണ്ടുപോയി. പക്ഷെ എങ്ങനെയൊക്കെ പിടിച്ചു. പറഞ്ഞില്ലേ, ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് മരുന്നല്ല, അവളുടെ മേലുള്ള
അതെ അതെ. അത്രമേ ദൈവാധീനമുള്ള ഭാഗ്യവതിയാണുള്ളത്. നല്ല കുട്ടിയാ. പാവത്തിന്റെ ജീവിതം ഞാൻ പല രീതിക്ക് തകർത്തു. എനിക്കതൊരു ഒത്തിരി മനസ്താപമുണ്ട്. അതിന് മടുത്തിട്ട് ഞാൻ തന്നെയാ അവളുടെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞത്, എനിക്ക് മടുത്തു, നീയായിട്ടൊരു വഴി കണ്ടുപിടിച്ച് പോ, എന്നെ പറഞ്ഞു വിട്. പക്ഷെ എന്നാലും അവര് ഇടയ്ക്ക് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ഒരു ദിവസം വീട്ടിൽ കാണാൻ വേണ്ടി ചെന്നു. മറ്റേ പന്ത്രണ്ട് അവർ അങ്ങനെ പൊടിയൊക്കെ വാങ്ങിച്ച് റൂമിൽ കൊണ്ടിട്ടിട്ട് അവിടെ ഇരുന്നു. അവിടെ നൈസിൽ ഇരുന്നതാണ് പുള്ളിക്കാരത്തി. പക്ഷെ ആ നൈസിൽ ഒരു പൊടി സൈഡിൽ ഇട്ട് കൊടുത്താ. പിന്നീട് ഇവള് കുറേ അനുഭവിച്ചു, കുറേ മരുന്ന് കഴിക്കേണ്ടി വന്നു. അവൾക്ക് നല്ല മുടി ഉണ്ടായിരുന്ന മുടിയെല്ലാം ഞാൻ പൊളിച്ചു വിട്ടു കുട്ടിയുടെ. പാവം ഞാനിനി പോയാലിങ്ങനെ മുടി വളരുമായിരിക്കും. നല്ല മുടി ഉണ്ടായിരുന്നു, നല്ലൊരു കൊച്ചായിരുന്നു, മുഖത്തൊരു തേജസ്സൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അവളുടെ +2 കഴിഞ്ഞപ്പോഴാണോ കയറിയത്? അല്ല, 10-ല്. ശരി. പനി നിർത്തി മോടെ പേരെന്താന്ന് പറഞ്ഞേ? ലക്ഷ്മി. ലക്ഷ്മി 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കയറി അല്ലേ? ആ കുട്ടി 10ാം ക്ലാസ്സിൽ ലക്ഷ്മി. ഞാൻ വലിയ ആളാ. ആണോ? എത്ര വയസ്സ്? 45 വയസ്സ്. അത് ശരിയാ. ഞാൻ കൊച്ചുകുട്ടിയൊന്നും രണ്ട് പിള്ളേരുടെ അമ്മ. അത് ശരി. അങ്ങനെ ഇച്ചിരി കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കടബാധ്യതയൊക്കെ കാരണം എനിക്ക് ഹസ്ബൻഡിന് അസുഖം വന്ന് മരിച്ചു. പിന്നെ എൻ്റെ മക്കളെ ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കലാക്കിയിട്ട് ഞാനും ഒന്ന് അവസാനിപ്പിച്ചു. പക്ഷേ ഏറ്റവും വലിയ അബദ്ധം ഈ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് ആൾക്കാർ വിചാരിക്കുന്നില്ലേ? ഇല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിയെ തുടങ്ങുമോ? ചെയ്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ 10-16 വർഷമായി ഈ കുട്ടിക്ക് ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഇനി എവിടെ പോയാ അത് നോക്ക്, തിലഹോമം കൊടുത്ത് പാപം കുറച്ച് വിഷ്ണു പൂജ നടത്തിയേക്കുന്ന മോക്ഷം തരാനാ. തരാം പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞാ പേടിക്കണ്ട. നമ്മൾ അതിനുള്ള പരിപാടികൾ ഇവിടെ ചെയ്യും. നമ്മൾ സാത്വിക പൂജ ചെയ്യുന്നവരാ. എന്നിട്ട് ഈ കുട്ടിയുടെ ഉള്ളിൽ ഇരുന്ന് ഞാൻ ഒരു കാര്യം പറയിച്ചു. ഈ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അവര് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഈ കുട്ടിയെ കൊണ്ട് ഞാൻ ഈ അമ്മയോട് പറയിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അവൾക്കും ഒരു മകളുണ്ട്. അപ്പൊ അവളങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഉള്ളിൽ നിന്ന് ഞാനാ പറയിക്കുന്നത്, അല്ലാതെ അവള് ബോധപൂർവ്വം പറഞ്ഞതല്ല. അവരതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. കാര്യം ആളുകൾക്ക് കാര്യം കണ്ടാൽ മാത്രം മതി. പക്ഷേ അവരുടെ മകളിൽ നിന്ന് ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ചെയ്ത പാപത്തിന് ഫലം അനുഭവിച്ചേ മതിയാവും. അവൾക്ക് ഒരു പെൺകുഞ്ഞ, അതിനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊന്നും പറയുന്നതല്ല, പക്ഷെ എനിക്കറിയാം ആ പെൺകുഞ്ഞിന് ഒരുപാട് കഷ്ടങ്ങൾ കൂടെ അനുഭവിക്കാനുണ്ട്. അതൊന്നും വരുന്നതല്ല, എപ്പോഴും അറിയാലോ തിരുമേനിക്ക് എന്തെങ്കിലും കർമ്മഫലം ഉണ്ടാവും. അവര് ചെയ്തു വെച്ചത് ഇങ്ങനൊരു ദുഷ്കർമ്മമായിരുന്നു. അതിന്റെ പാപം അവര് അനുഭവിച്ചേ മരിക്കും. അവരിനി എവിടെ പൂജ ചെയ്താലും ഏത് ഗംഗയിൽ മുങ്ങി നിവർന്നാലും അതിനും മാത്രം ദുഷ്കർമ്മം ആവർത്തിച്ച് അവർ ചെയ്തു. അതായത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഈ കുട്ടിയുടെ മേലുള്ള ആഭിചാരം ശക്തിപ്പെടുത്താൻ പൂജകൾ ചെയ്തു. ഒരിക്കൽ ചെയ്ത് വിട്ടിട്ടില്ല, വേറെ കർമ്മങ്ങൾ ചെയ്ത് വിട്ടു. അമ്മ സങ്കടപ്പെടണ്ട, മോളുടെ ശരീരത്തിൽ ഞാൻ പൊക്കോളാം. പോയി കഴിഞ്ഞാൽ ഈ കുട്ടി എക്സാം പാസ്സായി. അത്ര മിടുക്കി കുട്ടിയാ. അവളെ പഠിക്കാൻ ഞാൻ മുടക്കി കൊണ്ടുപോയിട്ടേ. മിടുക്കി കുട്ടി, സയന്റിസ്റ്റ് ആവാൻ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. അവളുടെ ബുദ്ധി ഞാൻ എല്ലാം കളഞ്ഞു, ചിന്താശേഷി കളഞ്ഞു, എല്ലാം ഞാൻ നെഞ്ചിന് വേദനയും പുറം വേദനയും എല്ലാ അസുഖവും ആ കുട്ടിക്ക് ഞാൻ കൊടുത്തു. അതിനെ അനുഭവിക്കാനുള്ള മാനസിക പ്രയാസങ്ങൾ ബാക്കിയില്ല. എനിക്ക് നിവൃത്തിയില്ല. അതെ നമ്മളെ പറഞ്ഞു വിട്ടേക്കല്ല, നമുക്കൊന്നും ചെയ്യാൻ പക്ഷെ എനിക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ പരിഹാരം. എനിക്ക് 2 പെൺമക്കളായിരുന്നേ. അപ്പം അവര് വളർന്നു വലുതാവുമ്പം അറിയില്ല അവരിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. പേരറിയാവോ അവരുടെ? ഓർമ്മയില്ല കേട്ടോ. ദേവിപ്രിയ ഒരാളുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും എൻ്റെ മക്കളും വലുതായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പാപകർമ്മത്തിനെ കൂടെ അനുഭവിക്കേണ്ടി വരില്ലേ? ഇല്ല, അല്ല ഇത് പറയുന്ന തന്നെ വലിയൊരു പാപത്തിനുള്ള പരിഹാരമാണേ. അല്ല, എനിക്ക് മതിയായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് തോന്നിപ്പിച്ചതാ.
വിശ്വസിച്ചതാ. പക്ഷെ ആരും ആ കുട്ടിയെ വിശ്വസിച്ചില്ല. എല്ലാം അവരുടെ തോന്നല. അവളൊരു വിഷമം ചെന്ന് പറയുമ്പോൾ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ. സ്നേഹം കാണിച്ച ആളുകൾക്ക് ചെല്ലുമ്പോൾ ഞാൻ അവരെ കൊണ്ട് വെറുപ്പിക്കും, ഇഷ്ടമല്ല അവർ പറയിക്കും, അകന്നു പോകും. അവരുടെ മേലെ കയറിയിട്ടാണോ പറയിക്കുന്നത്? അത് എങ്ങനെ പറയിക്കുന്നത്? അവരുടെ മേലെ ഞാനൊരിത് കൊടുക്കും. അപ്പൊ അവർ തിരിയും. പലരും ഈ കുട്ടിയെ കല്യാണങ്ങൾക്കൊന്നും വിളിക്കില്ല. കാരണം ഞാൻ അവരുടെ മേലെ ഇത് കൊടുക്കും, ഇവിടെ വിളിച്ച കല്യാണം ഇങ്ങനെ പോക്കാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ആ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അവളെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിച്ചവരെല്ലാം രണ്ട് തട്ടില്ല. അങ്ങനെയൊന്നുമില്ല. സ്നേഹമുള്ളൊരു കുട്ടിയാ. അവൾക്ക് സന്തോഷമേ ഉള്ളൂ. കല്യാണമൊക്കെ എന്നേ നടന്ന് കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കേണ്ട കൊച്ചാ. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മതിയായി. അപ്പം ഞാൻ ഈ തിലഹോമം നടത്തി പാപം കുറച്ച് മോക്ഷത്തിലേക്ക് വിടാം. അത് കഴിഞ്ഞ് വിഷ്ണുപാദത്തിൽ എത്തിക്കാം കേട്ടോ. അതിന് വാക്ക് തരുന്നു. അതിനകത്ത് വിഷമിക്കേണ്ട ചേച്ചിയെ, ഞാൻ നല്ലൊരു ഇതിലോട്ട് എത്തിക്കാം കേട്ടോ. വിഷമിക്കേണ്ട. അതിനൊരു സമയമായി. അതാ ഇപ്പോൾ ഇവിടെ വരാൻ പറ്റി. അവിടെ കൊണ്ടുപോയി തിരുവല്ലം, തിരുനെല്ലി പോലുള്ള ക്ഷേത്രങ്ങളിൽ വിഷ്ണുപാദത്തിൽ കൊണ്ടുപോയി തിലഹോമം നടത്തി അവിടെ സമർപ്പിച്ച് സായുജ്യപ്പെടുത്തും കേട്ടോ. അപ്പോൾ അടുത്ത ജന്മമോ മോക്ഷമോ ഒക്കെ ചേച്ചിക്ക് കിട്ടാനുള്ള വകുപ്പുണ്ടാവും കേട്ടോ. ഉയർന്ന നില ഉണ്ടാവും. അപ്പം ഇവൾക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ പൊതുവായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഉപാസന മന്ത്രദീക്ഷ കൊടുത്ത് ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അപ്പം വേറെ ആർക്കും കയറാൻ പറ്റൂലല്ലോ. അപ്പം ശരിയല്ലേ? ഇല്ല, അവൾ അങ്ങനെ അതൊന്നും ബാധിക്കുന്ന കുട്ടിയല്ല. കടുത്ത ആഭിചാരം ചെയ്തതുകൊണ്ട്. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബാധിക്കാതിരിക്കാൻ ചേച്ചിക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? നിങ്ങളുടെ കൂട്ടുള്ള മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്ന് ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? ഇതൊക്കെ എങ്ങനെയാ തടയുക? മനുഷ്യരുടെ ദുഷ്ടബുദ്ധിയല്ലേ. അതെ. അല്ല, ദുഷ്ടബുദ്ധിയുള്ളവർ വിട്ടാലും നമ്മുടെ ശരീരത്തിൽ കയറാതെ. അവളുടെ പ്രാർത്ഥനയും ദൈവാധീനം ഒന്നുകൊണ്ടാ ആ കുട്ടി ഈ ആയുസ് വരെ ഇരുന്നത്. ഇല്ലേ മരിച്ചു പോയി. എന്നെ ഈ 3 പേരും മരിച്ചു പോകേണ്ടതായിരുന്നു, ദുർമരണപ്പെടേണ്ടവരായിരുന്നു. പക്ഷെ അതെനിക്ക് ചെയ്യാൻ തോന്നിയില്ല. നല്ല കാര്യം, നല്ല മനസ്സുള്ളൂ. കാരണം ഞാൻ അത്രയ്ക്ക് പാപമൊന്നും ചെയ്തവളല്ല. സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പോവേണ്ടി വന്നതാ. എനിക്ക് പോകണം, നല്ല ഗതിയിലേക്ക് ഈ പ്രതിമയിലോട്ട് ചേച്ചി സാന്നിധ്യപ്പെട്ട് വന്നാൽ നല്ല ഗതിയിലോട്ട് ഞാൻ ആക്കി തരാമെന്ന് ഞാൻ വാക്ക് തരുന്നു കേട്ടോ. വെള്ളിപ്രതിമയിൽ സാന്നിധ്യപ്പെട്ട് പോ. ഓം ആഗച്ഛാഗച്ഛ വധാവേശം ആകാശാവാഹം ആവാഹം. അപ്പോൾ എനിക്ക് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. മെൻ്റലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും ഫിസിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസും കുറേ കോൺഫ്ലിക്ട്സും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് അവസാനം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി. അങ്ങനെയാണ് ശ്രീധരൻ തിരുമേനിയുടെ വീഡിയോസ് കാണുന്നത്, പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുന്നതും. ഇവിടെ ഞാൻ വന്ന് പുള്ളിക്കാരനെ കണ്ടു. നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് പ്രത്യേകിച്ച് എനിക്ക് ഈ പറയുന്ന ഹാർട്ട് ബീറ്റൊക്കെ റേസ് ആവുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അസുഖങ്ങൾ വരും, അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് വരും, അതുപോലെ പെട്ടെന്ന് ഇരിക്കുമ്പോഴത്തേക്ക് കരയാനൊക്കെ തോന്നും, അതുപോലെ എന്താ പറയുക IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഇപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുന്ന ഞാൻ തന്നെ പെട്ടെന്ന് നെഗറ്റീവായിട്ട് മാറും. പെട്ടെന്ന് അടുപ്പം ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ ജീവിതത്തിൽ അകന്നു മാറി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ ആരും എന്താ ഫോളോ ചെയ്യുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു പരിധി എത്തിയപ്പോഴാണ് തിരുമേനിയുടെ അടുത്ത് വരുന്നത്. കുറച്ച് മാസങ്ങൾ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ വെച്ച് തന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഇത് കളഞ്ഞിട്ട് പോകണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ട് ഞാൻ സ്വമേധയെ കളഞ്ഞിട്ട് വരികയാണ് ചെയ്തത്. പിന്നീട് അതിനുശേഷം ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്തു, ജോലിക്ക് ശ്രമിച്ചു, എന്താ പറയുക, വിവാഹം നോക്കി. ഇതൊന്നും ശരിയായില്ല, എല്ലാം പ്രശ്നങ്ങളായി. ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ശ്വാസം മുട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിറോയിഡ് ഇൻഹേലർ എടുത്തിട്ട് നിൽക്കാത്ത അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഡോസ് കൂട്ടേണ്ടി വന്നു, പലപ്പോഴായിട്ട് വന്നു. അതുപോലെ ഈ പറയുന്ന ന്യൂട്രീഷനൊന്നും ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരുപാട് എന്താ പറയുക, ഹീമോഗ്ലോബിൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഫുഡ് കഴിച്ചിട്ട് പോലും വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ലൈഫിൽ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എനിക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കും കൂടെ വിഷയം വരുമായിരുന്നു. അതായത് ഇപ്പോൾ വീട്ടുകാർക്കും ഇതുപോലെ മാറി മാറി അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, ഒരു രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉറക്കം ഇല്ലാത്ത പലപ്പോഴും ഉണ്ടാവുമായിരുന്നു. കാരണം രാത്രി 1 മണി 2 മണി വരെ ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും. എന്തെങ്കിലും ചെയ്താലായിരിക്കും ഇറിറ്റേഷൻ വരുന്നത്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കും. തോന്നുന്ന സമയത്തൊക്കെ ആയിരിക്കും പോയി കിടന്നു. പാൽപിറ്റേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ ഞാൻ ഒരുപാട് സഫർ ചെയ്തിരുന്നു ഉറങ്ങാനായിട്ട്.
അവസാനം മൃത്യുഞ്ജയ മന്ത്രം പോലെയൊക്കെ ജപിച്ചിട്ടൊക്കെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിരുന്നു ഉറക്കം കിട്ടാനായിട്ട്. അതിലോട്ട് ഹീറ്റ് സെൻസേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ എക്സ്ട്രീം തണുപ്പ് അല്ലെങ്കിൽ എക്സ്ട്രീം ചൂട്. ഇങ്ങനെ നിന്ന നിപ്പിൽ വിയർത്തിങ്ങനെ ഒഴുകും. ആളുകൾ നോക്കുമ്പോഴത്തേക്ക് വലിയ ചൂട് കാണത്തില്ല, പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ നിന്ന നിപ്പിൽ വിയർത്തൊഴുകുന്ന കാണാറുണ്ടായിരുന്നു. കൈക്ക് വെരുപ്പ്, കാലിന് വെരുപ്പ്, വേദനയായിട്ടുണ്ട്. ഇടത്തെ കൈക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വരും. അതുപോലെ നെഞ്ചിന് ഭാരം തോന്നും. ഇങ്ങനെ 10 കിലോ വെയിറ്റ് എടുത്തു വെച്ചൊരവസ്ഥ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും, എന്താ പറയാ, ഈ ഹാർട്ട് അറ്റാക്ക് വല്ലതും വരുന്നതാണോ, ബ്ലോക്ക് വല്ലതും ആണോ, കാരണം കോവിഡ് സർവൈവറാണ്, അപ്പൊ അതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, എനിക്ക് പിന്നീടാണ് അതിന്റെ റീസൺ ശരിക്കും മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം തിരുമേനിയെ വന്ന് കണ്ടു. ഇപ്പം തിരുമേനി എന്താണ് പ്രശ്നം തിരുമേനിക്ക് ഒറ്റ തന്നെ കാര്യം മനസ്സിലായി. അങ്ങനെ അത് തിരുമേനി പറഞ്ഞതനുസരിച്ചിട്ട് പൂജ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയുണ്ടായി. അപ്പം അന്ന് വൈകുന്നേരമാണ് പൂജയ്ക്ക് മനസ്സിലായത് എൻ്റെ ദേഹത്ത് വേറൊരു പൊസിഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പം വീട്ടുകാരും ഞാനും ഒക്കെ അത്ഭുതപ്പെട്ട് നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ പുറത്ത് വന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ ഫേസ് ചെയ്യേണ്ടി ലൈഫിൽ വരുമെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. അവസാനം അത് പുറത്ത് വന്നിട്ട് ഞാൻ ഈ സഫർ ചെയ്ത പല കാര്യങ്ങളും, ഒരു 14-ാമത്തെ വയസ്സ് തൊട്ട് 30-ാമത്തെ വയസ്സ് വരെ ഞാൻ സഫർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഇത് കാണുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഔട്ട് ഓഫ് ബോഡി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നുള്ള അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ആ ഒരു ബാധ തന്ന സഫറിങ് ആണ് ഞാൻ ഈ കഴിഞ്ഞ 16 വർഷം കടന്നു പോയതെന്ന് എനിക്ക് ആ ഒരു ദിവസമാണ് മനസ്സിലായത്. അപ്പൊ അതിനുശേഷം തിരുമേനി മന്ത്രദീക്ഷ തന്നു, ഉപാസന സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ട് എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും 41 ദിവസം കണ്ടിന്യൂസ് ഉപാസന കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് 41 ദിവസം ഉപാസന കൃത്യമായിട്ട് എന്താ പറയുക, ആ ഒരു പൂജ കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങിയതിന്റെ സ്റ്റാർട്ടിങ് എന്ന് വേണം പറയേണ്ടത്. പിന്നെ നമുക്ക് ഈ നോർമലി 41 ദിവസം ഈ പ്രോസസ്സിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ വിഘ്നങ്ങളൊക്കെ വരാനൊക്കെ ഉള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം അതിജീവിച്ച് എന്ത് വന്നാലും ഈ പൂജ കഴിഞ്ഞ പ്രകടമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ലെവൽസ് കുറഞ്ഞു. സ്ട്രെസ് ലെവൽസ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ബോഡി വെയിറ്റ് ലൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ ബോഡി വെയിറ്റ് ഒക്കെ വലിയ വർക്കൗട്ടൊന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ബോഡിയിലെ ഫാറ്റ് ഡെപ്പോസിഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ പ്രശ്നം ഉണ്ടായിരുന്ന ആ ഒരു കടുത്തിരുന്ന സമയത്ത്, അതായത് ഈ പ്രശ്നം മാറ്റുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്കായി മാറിയിട്ടുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞ് കൃത്യമായി ഉപാസന ചെയ്ത് തുടങ്ങിയപ്പോൾ മുഖത്തൊരു തെളിച്ചം തന്നെ വന്നത്. ഞാൻ തന്നെ കണ്ണാടി നോക്കിയിട്ട് അത് ഇത്രയും ചേഞ്ച് ആയോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒത്തിരി കോൺഫിഡൻ്റ് ആയി, എന്ത് പറ്റി? ഫോട്ടോ DP ഇട്ടപ്പോൾ ആള് പറയാ, നീ ആള് മൊത്തത്തിൽ മാറിയപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട്, എന്താണ് മാറ്റത്തിന്റെ കാരണം എന്നിങ്ങനെയൊക്കെ ചോദിച്ചു. ഇപ്പം നമുക്ക് ഇതാണ് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വിശ്വാസം വരില്ല. പക്ഷെ എനിക്ക് എൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ അത്രമാത്രം സഫർ ചെയ്ത കാര്യമാണ്. വേറൊരാൾക്ക് കേൾക്കുമ്പോൾ അവർക്ക് എത്രമാത്രം ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവർ പറയും ചുമ്മാ തോന്നലാണോ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അത് തോന്നലല്ല, ശരിക്കും ഉള്ള കാര്യമാണെന്ന് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിനുശേഷം 41 ദിവസം കൃത്യമായി സാധനം മുടക്കാതെ കൊണ്ടുപോകണം തിരുമേനി പറഞ്ഞിരുന്നു. അപ്പം ശ്രീയന്ത്രം മുന്നിൽ വെച്ച് വിളക്ക് കത്തിച്ച് ഞാൻ നിവേദ്യമൊക്കെ കൊടുക്കുമായിരുന്നു. ദേവിയെ സങ്കല്പിച്ച് ദേവിക്ക് കൊടുക്കുന്നതായിട്ട് നിവേദ്യം. അപ്പം മനസ്സിൽ ദേവിയുടെ രൂപം, ഒരു കുട്ടി മുന്നിലേക്ക്, ബാലാദേവി മുന്നിലേക്ക് വരുന്നു. ആ നിവേദ്യം കഴിച്ച് ആ പാത്രം ക്ലീൻ ആക്കി വെച്ചിട്ട് പോകുന്ന സങ്കല്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരാൾ ശരിക്കും എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്താ പറയുക, എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ജപിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു കാറ്റ് പോലെ ഫീൽ ചെയ്യുമായിരുന്നു. എൻ്റെ പ്രത്യേകിച്ച് ഭദ്രകാളി മന്ത്രം ജപിക്കുമ്പം ആ ഒരു ചുറ്റും എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും കിട്ടും. പിന്നീട് ഉപാസന സ്റ്റാർട്ട് ചെയ്ത് 41 ദിവസം ആകുന്നതിന് മുൻപ് തന്നെ എന്താ പറയുക, എനിക്ക് കുണ്ടലിനിയുടെ ആ ഒരു എനർജി താഴെ നിന്ന് മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് വരുന്ന ഫീലിംഗ് ഉണ്ടായി. ആ ഒരു മൊമെൻ്റാണ് ലൈഫിൽ ഞാൻ ഇത്രയും കാലം അനുഭവിച്ചതിൽ ഏറ്റവും ബ്ലിസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്. എന്താ പറയുക, ഒരു മഞ്ഞ് വീണ് പോലത്തെ സുഖം എന്ന് പറയുക, ഒരു മഴ പെയ്ത് തോന്നുന്ന പോലത്തെ സുഖം എന്നൊക്കെ പറയാൻ പറ്റും. അത്ര ഭയങ്കര കാമായിട്ടൊരു എനർജി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഉപാസന കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് രൂപങ്ങൾ മനസ്സിൽ വരും. അതായത് ഇപ്പോൾ നരസിംഹമൂർത്തിയുടെ രൂപം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, നാഗരാജാവിൻ്റെ രൂപം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രൂപങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒരിക്കലും ഇമേജസിന് പ്രാധാന്യം കൊടുക്കരുത്, മൈൻഡ് അതിലോട്ട് കണക്റ്റഡായി പോകരുത്, അതിലോട്ട് കണക്റ്റഡായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് കുറച്ച് ദിവസം ഇതുപോലെ ഇമേജസ് ഉള്ളിൽ കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അത്
എന്താ പറയുക ഇഗ്നോർ ചെയ്ത് അങ്ങനെ പോയി ലാസ്റ്റ് ഇമേജസ് അങ്ങനെ കാണാതായി. ഇനിയിപ്പം എന്തെങ്കിലും വന്നാൽ തന്നെയും അങ്ങനെ അത് കാണാതെ എന്താ പറയുക ഇഗ്നോർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി കുറേ ദിവസത്തെ പ്രാക്ടീസിൽ കൂടെ ഉണ്ടായി. പിന്നീട് കുറച്ചുകൂടെ ഈ ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയത് ഞാൻ ബാലാദേവിയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീയന്ത്രത്തിൻ്റെ അടുത്ത് ആ ഫോട്ടോ വെച്ചിട്ട് പലപ്പോഴും എനിക്ക് ഈ ഇമേജ് ഡിസ്റ്റർബ് ആവുന്ന തോന്നിയ സമയത്ത് ഞാൻ കണ്ണ് തുറന്ന് ആ ഇമേജിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ദേവി ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് നിൽക്കണു. ആ ഒരു ഇരിക്കുന്ന പോസ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ മൈൻഡിൽ വരുന്ന ആ ഇമേജസ് എല്ലാം പെട്ടെന്ന് മാറി മറിയാൻ തുടങ്ങും. ഇനിയിപ്പം എന്തെങ്കിലും ഒരു ഇമേജസ് മുന്നിൽ വന്ന് നമുക്ക് ആ ഒരു ദേവിയുടെ പ്രസൻസ് മറക്കുന്നൊരു ഫീലിംഗ് തോന്നിയാൽ പോലും നമ്മുടെ ഉള്ളിലൊരു വെളിച്ചം നിറയുന്നതായിട്ടൊരു ഫീലിംഗ് ഒക്കെ ഉള്ളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പറയുന്ന എല്ലാ മറകളും മാറി ദേവിയുടെ രൂപം തന്നെ പിന്നെയും തെളിഞ്ഞു വരും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമുക്ക് ഈ ഉപാസനയുടെ പീരീഡിനിടയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്നാണ്. അതായത് ദേവിയെ നമുക്ക് കയ്യിൽ കിട്ടി, ദേവിയുടെ ആ ഒരു അനുഗ്രഹം കയ്യിൽ കിട്ടിയാൽ പോലും എല്ലാം അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല എന്ന് മനസ്സിലായി. ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പം ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് ആ ഒരു ഘട്ടം കടന്ന് ഓരോ ദിവസവും എനിക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞാൽ വാക്കിന് കേൾക്കാതിരുന്ന എൻ്റെ വീട്ടുകാർ പോലും പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞ വാക്കിന് വില തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സ്വയം ഏറ്റവും വലിയൊരു ഗുണം എന്ന് എനിക്ക് തോന്നി സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. മറ്റാരുടെ അക്സെപ്റ്റൻസ് ഞാനിപ്പം നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റേ ആൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എന്നെ ഇഷ്ടപ്പെടും, എൻ്റെ വീട്ടുകാർക്ക് തന്നെ എന്തെങ്കിലും ഇതുണ്ടോ, ആ ഒരു ഇത് മാറിയിട്ട് സ്വയം ഞാനെന്ന വ്യക്തി എന്താണോ, എൻ്റെ രൂപം എന്താണോ, എൻ്റെ സ്വഭാവം എന്താണോ അതെങ്ങനെ മാറ്റാം, സെൽഫായിട്ട് എങ്ങനെ ലവ് ഉണ്ടാക്കാം, സെൽഫ് അക്സെപ്റ്റൻസ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള കാര്യം ഈ ഒരു ഉപാസനയിൽ നിന്ന് മനസ്സിലായി. 41 ദിവസം കൃത്യമായിട്ട് കൊണ്ടുപോകണം തിരുമേനി പറഞ്ഞപ്പോൾ എനിക്ക് 41 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറിയിരുന്നു. അപ്പം എനിക്കിനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് എനർജി കയറിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അത് തിരുമേനി പറഞ്ഞതുപോലെ ഉള്ള മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് ഗ്രൗണ്ട് ചെയ്തൊക്കെ കൊണ്ടുപോയി അങ്ങനെ അത് കാമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ ഒരു ദിവസം പോലും ഉപാസന മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഉപാസന മുടക്കാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, എന്നെ മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോകും. എനിക്ക് പുതിയ കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പം വേറെ ആർക്കെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്.